സംസ്കൃത സർവകലാശാല വിസി ഡോക്ടർ എം.വി. നാരായണന്റെ അപ്പീൽ ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ചും ശരിവച്ചു. നേരത്തെ ഗവർണറുടെ പുറത്താക്കൽ നടപടി സിംഗിൾ ബെഞ്ച് ശരിവച്ചിരുന്നു. എസ് രാഗിൻ വിവരങ്ങളുമായുണ്ട്. രാഗിൻ, ഇപ്പോൾ എന്ത് കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ അപ്പീൽ തള്ളുന്നത്? സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെക്കുന്നത് എങ്ങനെയാണ്? സംസ്കൃത സർവകലാശാല വിസി ആയിട്ടുള്ള എം.വി. നാരായണനെ നേരത്തെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ പുറത്താക്കിയിരുന്നു. ഇത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള അപ്പീൽ ഹർജി, ആ ഹർജി നിഷേധിച്ചു ഹൈക്കോടതി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് തിരിച്ചടിയാണ് ഉണ്ടായിരുന്നത്. തുടർന്നാണ് ഡിവിഷൻ ബെഞ്ചിൽ വിസി പെറ്റീഷൻ നൽകിയത്. പക്ഷേ ഡിവിഷൻ ബെഞ്ചും ആ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്, സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം ശരിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായും ഹൈക്കോടതി ഉയർന്നു വന്ന വിലയിരുത്തൽ ഇതായിരുന്നു. അതായത് ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് 7 പേരുടെ പേരുണ്ടായിരുന്നെങ്കിലും അതിൽ ഒരാളുടെ പേര് മാത്രം ശുപാർശ ചെയ്തത് അത് UGC ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തിയിരുന്നു. മാത്രമല്ല, ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതി ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവിന്റെ ലംഘനവും കൂടിയാണ്, അല്ലെങ്കിൽ ഉത്തരവിന് എതിർ കൂടിയാണ് അന്ന് സംഭവിച്ച കാര്യങ്ങൾ എന്ന് കൂടി അന്ന് കോടതി വിലയിരുത്തിയിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ സിംഗിൾ ബെഞ്ചിന്റെ ആ നിരീക്ഷണം അടക്കം പരിഗണിച്ചു കൂടിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചും ഇതേ തീരുമാനം എടുത്തിട്ടുള്ളത്. പക്ഷേ കാലിക്കറ്റ് സർവകലാശാല വിസിയുടെ കാര്യത്തിൽ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് മറിച്ചായിരുന്നു. അത് സ്റ്റേ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കേസിൽ ഇത്തരമൊരു നിരീക്ഷണമാണ് ഡിവിഷൻ ബെഞ്ചും നൽകിയിട്ടുള്ളത്.